ഹായ് ഫ്രണ്ട്സ്, ഷെസ് പ്ലാൻ സോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അടീനിയായിട്ടാണ് വന്നിട്ടുള്ളത്. 100 രൂപയുടെ അടീനിയങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. സെക്ഷൻ 1-ലെയാണ് 100 രൂപയുടെ വരുന്നത്. സെക്ഷൻ 2-ലെ പൈസ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർ എനിക്ക് വേഗം തന്നെ വാട്സപ്പിൽ ഏതാണോ വേണ്ടത് അത് കോഡ് നമ്പറായിട്ട് അയക്കുക കേട്ടോ. ഫോട്ടോ ആയിട്ട് അയക്കരുത്, നമ്പർ മാത്രം ഒരുമിച്ച് ഇടുക കേട്ടോ. അതുപോലെ ഓർഡർ ചെയ്യേണ്ടത് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്. 5 മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. 5 മുതൽ എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം. വരുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മിനിമം നിങ്ങൾ 5 ഉണ്ടെങ്കിലും ഓർഡർ ചെയ്യണം കേട്ടോ. 1 or 2 ആയിട്ട് അയക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ് കേട്ടോ. 5 ആയിട്ടാണ് അവർ എടുക്കുകയുള്ളൂ ഓർഡേഴ്സ്. അതുപോലെ അടീനിയങ്ങൾ അയക്കുന്നത് ഹോം ഡെലിവറി ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. പ്ലാൻസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ച് തരും. DTDC അല്ല അയക്കുന്നത്, ഹോം ഡെലിവറി അവൈലബിൾ ആണ്. കാർട്ട്, ആമസോൺ ഷിപ്പിംഗ്, അങ്ങനെ ഏതെങ്കിലും ഒരു കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ പിൻകോഡ് നിങ്ങൾ തെറ്റാണ്ട് തരിക. പിൻകോഡും ഫോൺ നമ്പറും എന്തായാലും തെറ്റാൻ പാടില്ല. അഥവാ പിൻകോഡ് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ പിൻകോഡ് ഉള്ളത് ആ സ്ഥലത്തേക്കാണ് പോവുക. അപ്പോൾ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഫോൺ നമ്പറിൽ നിങ്ങൾ തരുന്ന ഫോൺ നമ്പറിൽ ഒരു OTP വരും. ആ OTP കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് പ്ലാന്റ് ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലുള്ള നമ്പർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. മെസ്സേജ് അയച്ചാൽ കിട്ടുന്ന റേഞ്ച് അങ്ങനത്തെ ഇഷ്യൂസൊന്നുമുള്ള നമ്പറുകൾ തരാണ്ടിരിക്കുക. കാരണം ഞാൻ എടുത്ത് പറയാൻ കാരണം ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല എന്ന് ഒത്തിരി പേരുകൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എന്നാണോ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നത്, എനിക്ക് ഓർഡർ തന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് 15 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നോർമലി നമ്മൾ പ്ലാൻസ് അയക്കാറ്. ഇൻ കേസ് അതിൻ്റെ മുന്നേ അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഫോണിലേക്ക് മെസ്സേജ് വരും, ഡെലിവറിയുടെ മെസ്സേജ് വരും. അതല്ലാന്നുണ്ടെങ്കിൽ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സ്ലിപ്പ് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. 15 വർക്കിംഗ് ഡേയ്സ് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് അതിൻ്റെ മുന്നേ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് വരും. പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് വീഡിയോ ഒന്ന് അയയ്ക്കുക. അതായത് നിങ്ങൾ അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ കട്ട് ചെയ്യാതെ ഫുള്ളായിട്ട് എടുത്ത ഒരു വീഡിയോ എടുത്ത് അയയ്ക്കുക. നമ്മൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, പ്ലാന്റ് ചീഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റാണ് കേട്ടോ. പിക്ചേഴ്സ് മാത്രം എടുത്ത് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ട് തന്നെ എടുത്ത് അയക്കേണ്ടതാണ്. അതുപോലെ വേറൊരു കാര്യമാണ്, പ്ലാന്റ് നിങ്ങൾക്ക് കിട്ടുക ബെയർ റൂട്ടഡ് ആയിട്ടാണ്. ബെയർ റൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയോട് കൂടിയല്ല കിട്ടുന്നുണ്ടായിരിക്കുക കേട്ടോ. വേര് ഒക്കെയുള്ള നല്ല ചെടി തന്നെ ആയിരിക്കും. പക്ഷേ ചട്ടിയിൽ നിന്ന് എടുത്ത് നല്ല രീതിയിൽ ഡ്രൈ ആക്കി ഉണക്കിയിട്ടാണ് അയക്കുക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇലകൾ കളഞ്ഞിട്ടാണ് അയക്കുക. കാരണം ഇലകൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈർപ്പം കൂടുതൽ നിൽക്കും. അപ്പോൾ നമ്മൾ അയക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ. എന്നാണോ അയക്കുന്നത് അത് കഴിഞ്ഞൊരു 7 days ഒക്കെ കിട്ടും നമ്മുടെ കേരളത്തിലേക്ക് പ്ലാന്റ് എത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോക്സിലിരുന്ന് ചെയ്യാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ ഇലകൾ കട്ട് ചെയ്തിട്ടാണ് അയക്കുക. ഡ്രൈ ആക്കിയിട്ട് അയക്കുന്നതുകൊണ്ട് തന്നെ ഇലകൾ പൊഴിയും. അടീനിയത്തിന് ഇലകളില്ലാന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നവും വരില്ല. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി പേരുകൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പൂക്കളുടെ ഫോട്ടോ എന്നും അയച്ചു തരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ ഫീഡ്ബാക്ക്സ് ചോദിക്കാം. നമ്മൾ ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും. ആളുകൾ വിരിഞ്ഞ ഫോട്ടോസ് തന്നെ നമുക്ക് ഇട്ട് തരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം. സെക്ഷൻ 2-ലെ പ്ലാൻസ് കുറച്ച് റെയർ വെറൈറ്റീസാണ്. അപ്പോൾ കുറച്ച് റേറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. കളക്ട് ചെയ്യേണ്ടവർ വാങ്ങുക. അതുപോലെ തന്നെ സൈസ് ഞാൻ 2ൻ്റെയും സൈസ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അതുപോലെ ചെടികൾ ഡയറക്റ്റായിട്ട് മഴയത്ത് വെക്കരുത്, പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. കാരണം അഡീനിയം ഡെസേർട്ട് റോസ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അധികം വെള്ളമൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഊർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടിംഗ് മിക്സ് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വേണം വെക്കാൻ. മഴയാണെങ്കിൽ മാറ്റി വെക്കുക, വെയിലുള്ള സമയത്ത് പുറത്തിറക്കി വെക്കുക കേട്ടോ. ഇലകളേക്കാൾ കൂടുതൽ പൂക്കൾ കൊണ്ട് നിറയുന്ന ഒരു ചെടിയാണ് അഡീനിയം. അതുകൊണ്ട് തന്നെ ഇലകളില്ല എന്ന് വെച്ചിട്ട് പ്ലാന്റിന് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. നിങ്ങൾക്ക് പൂവിടുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഇലകൾ കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നീളം വെക്കാതെ ഷോർട്ടാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ റെയിനി സീസണിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് കട്ട് ചെയ്തിട്ട് ട്രിം ചെയ്ത് നിർത്തണം കേട്ടോ. എന്നാലാണ് നല്ല ബോൺസായി രൂപത്തിൽ അഡീനിയം വരുള്ളൂ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ബോൺസായി ആയി വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വേഗം തന്നെ എനിക്ക് വാട്സപ്പിൽ കോഡുകൾ അയച്ചിടുക. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 5 ആണ്. എല്ലാ ഡീറ്റെയിൽസും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മെസ്സേജ് അയക്കുക കേട്ടോ. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.